അവരുടെ ജീവിതകാലത്ത് അവരെന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. ശറഇന് വിരുദ്ധമല്ലാത്ത എന്തു പറഞ്ഞാലും നമ്മളത് അനുസരിക്കും. നബിയെ, എന്റെ വാപ്പ പറയുന്നത് എന്റെ ഭാര്യനെ ഞാൻ ത്വലാക്കല്ലണം, ഉപ്പാനെ വഴിപ്പെടണം എന്നാ പറഞ്ഞേ. എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ഉമ്മ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിച്ചിരിക്കണം. അത് എത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്. ഒരു പക്ഷെ അത് വലിയ ടാസ്ക് ആയിരിക്കും. അത് എന്റെ ഉമ്മാക്ക് അത് മനസ്സിലാവാത്തോണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഉപ്പ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, അത് സ്വീകരിക്കാൻ നമ്മളെ മനസ്സിന് അത്രയും വെറുപ്പുണ്ട്, അത്ര ഇഷ്ടപ്പെട്ട പെണ്ണാണ്, ഓളെ കെട്ടണമെന്ന് അതിയായ പൂതിയുണ്ട്. ഉമ്മ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് അത് ഖൈറാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിനക്കത് ഷർറാവാനുള്ള സാധ്യതയുണ്ട്. മൻ തറക ലില്ലാഹി തആല അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹാ. ഒരു കാര്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഖൈർ അല്ലാഹു നമുക്ക് നൽകും. സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തെറ്റിന് ക്ഷണിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞു. അതേ സലീഖയെ തന്നെ പിന്നീട് വയസ്സൊക്കെ കുറച്ച് സുന്ദരിയാക്കിയിട്ട് അല്ലാഹു തിരിച്ചു കൊടുക്കുന്നുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്. ഈ ചരിത്രം മഹാന്മാര് വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു ആശയമാണ്, ഒരു കാര്യം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ എല്ലാം മിഠായി കൊടുക്കലും എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ചെറുക്കൻ ബിദ്അത്തുകാരനാണ്, പുത്തൻവാദിയാണ്. കുടുംബക്കാർക്ക് തമ്മിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് മൊമെന്റിലാണ് മനസ്സിലാവുന്നത് ബിദ്അത്തുകാരനാണ്. മൻ തറക്കലില്ല, മോളെ നീ അള്ളാഹ് വേണ്ടിട്ടല്ലേ ഒഴിവാക്കിയത്, ആദ്യനേക്കാൾ സൂപ്പർ ആഖിറത്തിലല്ല, ആഖിറത്തിൽ എന്തായാലും കിട്ടും, ദുനിയാവിൽ അള്ളാഹു നൽകുന്നതാ. അപ്പൊ നമ്മളെ ഉപ്പയും ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ആ കാര്യം എത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കണം.